പല വീഡിയോയിലും കാണാം നമുക്ക് 1000 വ്യൂവേഴ്സ് കിട്ടിയാൽ ഇത്രയും രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറും അല്ലെങ്കിൽ ഇത്രയും ഡോളർ കയറും എന്നൊക്കെ. അതൊക്കെ പറയണത് വെറുതെയാണ് കേട്ടോ. എൻ്റെ ഒരു ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ 2-3 വീഡിയോയ്ക്ക് മുന്നായിട്ട് എൻ്റെ ഒരു യൂട്യൂബ് ജേണിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ നോക്കിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ആ വീഡിയോയുടെ താഴെയായിട്ട് ഒരുപാട് പേര് കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ചേച്ചി വൈറ്റ് സ്റ്റുഡിയോ നോക്കിയിട്ട് വീഡിയോസ് ഇടുക, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക, നമ്മുടെ ഫോണിൽ നിന്ന് എങ്ങനെയാണ് നമുക്കത് കണ്ടെത്താനായിട്ട് പറ്റാമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇതുപോലെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് യൂട്യൂബേഴ്സിന്, ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും കാണാം. ഇനി ഇത് കാണാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫോൺ, അതിൽ വൈറ്റ് സ്റ്റുഡിയോ ആണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. വൈറ്റ് സ്റ്റുഡിയോ എങ്ങനെ എടുക്കാമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ദേ ഇവിടെ കാണുന്നില്ലേ, ഇതാണ് വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. വൈറ്റ് സ്റ്റുഡിയോ എടുത്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് അനലറ്റിക്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതിൽ ടോപ്പ് സെർച്ചസ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിവിടെ 3 എണ്ണമാണ് ടോപ്പ് സെർച്ചിൽ വന്നേക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതാണോ ടോപ്പ് സെർച്ചസിൽ വരുന്നത് അതായിരിക്കണം നിങ്ങൾ കൂടുതലായിട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടും. പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നന്നായിട്ട് വ്യൂ വളരെ കുറഞ്ഞാണ് വരുന്നത്. ഒട്ടും തന്നെ വ്യൂ ഇല്ലാന്ന് തന്നെ പറയാം. കാരണം മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നുള്ള വ്യൂ ഒന്നും എൻ്റെ ഇപ്പോഴത്തെ വീഡിയോസിന് കിട്ടുന്നില്ല. യൂട്യൂബ് ശരിക്കും എന്നെ നന്നായിട്ട് പരീക്ഷിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്നെ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. മോണിറ്റൈസേഷൻ ആയതിനു ശേഷം അവർ നന്നായിട്ട് വ്യൂ കുറയ്ക്കും, നമ്മളെ നന്നായിട്ട് തളർത്താനായിട്ട് നോക്കും. നമ്മൾ ഇതിട്ടിട്ട് പോവാന്നൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണെന്ന് തോന്നുന്നു. എന്തായാലും നന്നായിട്ട് വ്യൂ കുറഞ്ഞാണ് കേട്ടോ വരിക. എനിക്ക് നന്നായിട്ട് വ്യൂ കുറഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ എല്ലാവരും കാണാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടുക. പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയണം എന്ന് എനിക്ക് തോന്നി. പല വീഡിയോയിലും കാണാം നമുക്ക് 1000 വ്യൂവേഴ്സ് കിട്ടിയാൽ ഇത്രയും രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറും അല്ലെങ്കിൽ ഇത്രയും ഡോളർ കയറും എന്നൊക്കെ. അതൊക്കെ പറയണത് വെറുതെയാണ് കേട്ടോ. എൻ്റെ ഒരു ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം എനിക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു $5.5 അത്രേ ആയിട്ടുള്ളൂ. ഇത്രയും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3K അടുത്ത് വ്യൂവേഴ്സ് വരുമ്പോഴാണ് നമുക്ക് $1 കിട്ടുന്നത്. അപ്പോൾ ഒരു 80 രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഒരു 3000 പേരെങ്കിലും കാണണം എന്നാണ് ഇതിന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പെട്ടെന്ന് ഏർണിങ്സ് കിട്ടുന്ന ഒന്നല്ല കേട്ടോ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഇതിന് ഏർണിങ്സ് കിട്ടുള്ളൂ. പല ആൾക്കാരും ഇത് യൂട്യൂബ് ചാനലല്ലേ, അതിന് പെട്ടെന്ന് പൈസ കിട്ടും അങ്ങനെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് കൂടിയാണ് പറയുന്നത്, പെട്ടെന്ന് നമ്മൾ ഒരു ഫോൺ എടുത്ത് ഒരു വീഡിയോ ഇട്ടു, 2-3 വീഡിയോ ഇട്ടു എന്ന് കരുതിയിട്ട് നമുക്ക് ആർക്കും പൈസ കിട്ടില്ല. നന്നായിട്ട് കഷ്ടപ്പെടണം. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ യൂട്യൂബ് നമ്മൾ നന്നായിട്ട് പരീക്ഷിച്ച് നോക്കും. അപ്പോൾ എല്ലാ പരീക്ഷണങ്ങളും നന്നായിട്ട് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ചവിട്ടി കയറി ഒരു ദിവസം എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വീഡിയോസ് ഇടുക. കൂടുതലായിട്ട് ലോങ് വീഡിയോസ് ഇടുക. ലോങ് വീഡിയോസ് ഇടുമ്പോഴാണ് നമ്മുടെ വാച്ചിങ് ടൈം കൂടുതലായിട്ട് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടണം. ഷോർട്ട് വീഡിയോസിൽ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടും.
ലോങ് വീഡിയോസിൽ നല്ല വാച്ച് അവർ കിട്ടും. അപ്പോൾ രണ്ടിലും ഒരേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഇട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ചാനലും മോണിറ്റൈസേഷൻ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മോണിറ്റൈസേഷൻ ആയാലും നന്നായിട്ട് ഇതുപോലെ തന്നെ വീഡിയോസ് ഇട്ട് പോവുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഡോളറൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് അറിയാവുന്നതിനൊക്കെ ഇതിന് ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് അതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.